മക്കൾ കഴിച്ചു. അന്നേരം പിന്നെ ഞാൻ അരുണിനോട് ഇച്ചിരി നേരം വർത്താനം പറയട്ടെ. കാര്യം അരുണിന് കുറച്ചുകൂടെ നല്ലതായിട്ട് അനാർക്കലിയുടെ ക്യാരക്ടർ നല്ലോണം അറിയേ. അപ്പൊ പിന്നെ ഞാൻ അരുൺ പറയുന്ന അനുസരിക്കുന്ന ഏറ്റവും നല്ല. ഞങ്ങള് അല്ല 7 പേരും 60 ദിവസം ഒരുമിച്ചായിരുന്നു ഷൂട്ടിലൊക്കെ. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അറിയാം. ഏറ്റവും കൂടുതൽ തിന്നുന്ന ഇവിടെ ഞങ്ങൾ 7 പേരിൽ അല്ല തീർന്നു. അങ്ങനെ എന്റെ പൊന്നെ അരുൺ അനാർക്കലി തകർന്ന് തരിപ്പണാവുന്ന ഞാനിപ്പോ ഒരു സൗണ്ടോടുകൂടി കേട്ടു. കൊച്ചിന്റെ എക്സ്പ്രഷൻ പോയ പോക്കണ്ട. എന്ത് രസമായിട്ടാണ് ചോദ്യ നോക്കി. സാധാരണ ടിവിയിലല്ലേ തന്നെ മാക്സിമം അരുൺ ഇല്ലാതാക്കി തരുന്നുണ്ട് കയ്യില്. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗ്യാപ്പാ ഇങ്ങനെ കേറിക്കൂടി. പക്ഷെ എന്നാന്നറിയോ, നിങ്ങളുടെ ഈ ഒരു എന്നാ പറയാ ആ ഒരു കെമിസ്ട്രി ശരിക്കും നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എനിക്കൊന്ന് ആ ഒരു കൂട്ടുകെട്ടിന്റെ ഒരു ആനന്ദത്തിന്റെ ഒരു എഫക്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇല്ലേ? ഫസ്റ്റ് ടൈം നിങ്ങൾ തമ്മിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹൈ ഹലോ അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഭയങ്കര സീരിയസ് ആയിരുന്നു. ആയിരുന്നോ? സംസാരിക്കത്തില്ല. അപ്പൊ ആരായിരുന്നു കൂടുതൽ വർത്താനം? ഞങ്ങളുടെ പടത്തിലെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മെയിൻ നായിക സിദ്ധി ദിയ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ച് അവളാണ് ചല 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 ഏത് നേരവും വർത്താനം പറയുന്നത്. അല്ലെങ്കിൽ വർത്താനം പറയുന്ന പിള്ളേരോട് എനിക്ക് ഏറ്റവും ഇഷ്ടം. അരുൺ നേരത്തെ എന്നെ സിമിലർ ചലവല ചലവല അരുണ് അന്നേരം അനാർക്കലി പറഞ്ഞു കേട്ടോ അനുസരിച്ച പോലെ ഒരു കണക്കിന് ഞാൻ പറയട്ടെ, മിണ്ടാതിരുന്ന എന്നാ കിട്ടാനാ ഒന്നുമില്ലേ. നല്ല ബോൾഡായിട്ടും ഭയങ്കര ബ്രോഡായിട്ടും സംസാരിക്കുമ്പോണ്ടല്ലോ ഫ്രാങ്ക് ആവും നമ്മൾ ഒത്തിരി. മറ്റേതാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു പിടുത്തമാന്നേ എന്നാ പറയണം എന്നൊക്കെ ചോദിച്ചേച്ചല്ലേ. ഇവിടെ നമുക്കത് വേണ്ട കേട്ടോ. ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് എന്നാന്നറിയാവോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിശേഷമൊക്കെ അറിയാനല്ലേ ഞാൻ ആഗ്രഹം. എനിക്ക് മാത്രമല്ല എൻ്റെ പ്രേക്ഷകർക്കാന്നേലും ഈ പറഞ്ഞോണ്ട് സ്ക്രീനിൽ കണ്ടതല്ലേ നിങ്ങളേ ഉള്ളൂ. എന്നാ പിന്നെ വീട്ടുവിശേഷവും എന്നാക്കി ചെയ്യുന്നതെന്നും നിങ്ങളുടെ ആ സെറ്റിനകത്തുണ്ടായ മിസ്ചീവ്നെസ്സും ഒക്കെ നമുക്ക് അറിയണ്ടേ. അല്ല നിങ്ങൾ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ. എല്ലാവരുടെ അത്രയും വല്ല കുഴപ്പമുണ്ടായോ? ഡീസന്റ് ആയിരുന്നു അല്ലേ അനാർക്കലി? ശരിയാന്ന് അല്ല, നമ്മളൊരു കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്ന പോലെ തന്നെയാ ഇതിനും പോയത്. അപ്പം ഞങ്ങളുടേതായ കുറച്ച് കുസൃതിയും പിന്നെ ആ സെറ്റില്. അപ്പൊ ആ സെറ്റില് ആദ്യമായിട്ട് നമ്മള് ഫിലിമിൽ അഭിനയിക്കാൻ വരുവാ. അപ്പം ആ ഒരു എന്നാ പറയാ ഫസ്റ്റ് ടൈം നമ്മൾ ആ സെറ്റിൽ വന്നപ്പോഴും ഇത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങള് മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല, ആദ്യം അങ്ങനെ വിചാരിച്ചില്ല. ആദ്യം മുമ്പ് ബേസിക്കലി ഫിലിം ഫീൽഡിലോട്ട് ആദ്യമായിട്ടായതുകൊണ്ട് ആൾക്കാർ എങ്ങനെയാ അവർ നമ്മളോട് എങ്ങനെ സംസാരിക്കും അവരെയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ പിന്നെ കാര്യങ്ങളൊക്കെ നല്ല ജോളിയായിരുന്നു. എല്ലാരും ഭയങ്കര ഫൺ. നമ്മൾ അത്രയും ഓപ്പൺ ആവുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ ഇൻവോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമല്ലേ? അരുണോ? ഞങ്ങളുടെ പടം ചേച്ചി ഒരു ലൈറ്റായിട്ട് ഇമ്മച്ചുവർ ഫിലിമാണ്. നമ്മളിങ്ങനെ വലിയൊരു ഈ പടം നിരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ആ പടം കയറി കണ്ട ഒന്നും തോന്നുന്നില്ല. ആക്ച്വലി കിഡിഷ് അല്ല, ഇച്ചിരി ഇമ്മച്ചുവർ ഫിലിമാണ്. നമ്മുടെ യൗവനം ഒരു ടൂറിലേക്ക് പോകുന്ന ഒരു ഫീൽ ഈ പടം കാണണം. അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഡയറക്ടർ ഗണേശേട്ടനാണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആനന്ദേട്ടനാണെങ്കിലും അവർക്ക് ഇച്ചിരി സ്ട്രിക്റ്റ് ആവുമായിരുന്നെങ്കിലും അത് ഞങ്ങൾ എഫക്ട് ചെയ്തേനെ. നമ്മൾ അത്രയും നല്ലപോലെ അഭിനയിക്കില്ല. ഇത് ഫ്രീ ആയിട്ട് അഭിനയിച്ചുകൊണ്ട് ആ പടത്തിന്റെ ഫീലും അതെ അതെ. ഓഡിഷൻസ് ഓൺലൈൻ അല്ല, ഓഡിഷൻസ് ഗണേശേട്ടൻ അല്ല. സാധാരണ കുറെ നാളായിട്ട് ഇപ്പം ഓൺലൈൻ ഓഡിഷൻ. ഞങ്ങളുടെ ഓൺലൈൻ അല്ല, ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എടാ ആനന്ദേട്ടൻ ഒരു പടം എടുക്കുന്നുണ്ട്, ആനന്ദ് സി ചെന്നൊരു പടം എടുക്കുന്നു. അപ്പോൾ ഞാൻ ആനന്ദേട്ടൻ ഡയറക്റ്റ് ചെയ്യുവാണ് ഈ പടം. ബിക്കോസ് ഹീസ് എ സിനിമാറ്റോഗ്രാഫർ. പ്രേമം ചെയ്തു, നേരം ചെയ്തു, അപ്പം ഹി ക്യാൻ ഡയറക്റ്റ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഞാൻ വെച്ചാൽ സിനിമകളല്ല കമേഴ്ഷ്യൽസ് ചെയ്തു. ബോംബെ ഇരിച്ചൊരു കമേഴ്ഷ്യൽസിന് അസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പണ്ട് പോലെ ഇങ്ങനെ ഭാവിയിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി കുറേ ഡയറക്ടേഴ്സ് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ബഗ് ചെയ്യുമായിരുന്നു, കുറേ പേര് ശല്യപ്പെടുത്തുമായിരുന്നു പണ്ട് ഫേസ്ബുക്ക് ഇവോൾവ് ആവുന്ന സമയത്ത്. പിന്നെ അങ്ങനെ ആനന്ദേട്ടനോട് ഞാൻ നേരം ഇറങ്ങിയ സമയത്ത് ഇടയ്ക്ക് ചാറ്റ് ചെയ്യുന്നു, ഇടയ്ക്ക് ബാധിച്ച് റിപ്ലൈ ചെയ്യുന്നു. ഒരു ബന്ധമില്ല ഫേസ്ബുക്ക്. ആനന്ദേട്ടൻ ഇങ്ങനെ പടം ആനന്ദം എന്നുള്ള പേരുണ്ട്. അപ്പം അങ്ങനെ അപ്പം ആനന്ദേട്ടനോട് ഇങ്ങനെ പടം നിങ്ങൾ ശ്രമിക്കുമെന്ന് കേട്ടു. അപ്പം ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അസിസ്റ്റന്റ് ഡയറക്ടർ ഫുൾ അഭിനയിക്കാൻ വലിയ താല്പര്യമുണ്ട്, ഫോട്ടോസ് അയക്കാൻ പറഞ്ഞു. എനിക്ക് പണ്ട് പോലെ അഭിനയമാണ് താല്പര്യം. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ഷനിലൂടെ വീട്ടുകാരോട് ഇപ്പൊ അഭിനയിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞ വീട്ടുകാർ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ, പക്ഷെ ഡയറക്ഷൻ വെച്ചിട്ടുള്ള ബുദ്ധിയുള്ള കാര്യമാണല്ലോ. അപ്പൊ അവരൊന്നും ഓക്കെ അങ്ങനെ എന്റെ ഒരു ഹാക്ക് ആയിരുന്നു കൊടുത്തു. അപ്പം അങ്ങനെ ഹാക്ക് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടിയപ്പോ ഞാൻ ഫോട്ടോസ് അയച്ചു.
എന്തോ സാധാരണ ഞാൻ കുറേ ഓഡിഷൻസ് ഫോട്ടോസ് അയക്കുന്നു സൈഡ് ബൈ സൈഡ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ആരും വിളിക്കത്തില്ലായിരുന്നു. അപ്പോൾ പതിവ് പോലെ ഇത് ആരും വിളിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ വിളിച്ചു. അനാർക്കലി എങ്ങനെയാ നമ്മളെ? എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാ ഈ പറഞ്ഞ ആനന്ദേട്ടൻ. ഞങ്ങളെല്ലാവരും ഞങ്ങൾ രണ്ടൊരു ആനന്ദേട്ടൻ വഴി കയറി. അപ്പം ചേച്ചി ഫ്രണ്ട് ആയതുകൊണ്ട് അങ്ങനെ ചേച്ചി പറഞ്ഞപ്പോൾ ജസ്റ്റ്. അപ്പം ഈ വീട്ടില് എല്ലാരും ഫുൾ സപ്പോർട്ടായിരുന്നു? സപ്പോർട്ട് അവർക്ക് ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ സിനിമയാണല്ലോ, ഇറ്റ്സ് എ വെരി ഫ്രെജൈൽ ഇൻഡസ്ട്രി. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നത് നോൺ കൺവെൻഷണൽ ജോബാണ്. അപ്പം ഞാൻ തിരുവല്ല, കോട്ടയം, തിരുവല്ലയിലെ വീട്. അപ്പം അവിടെ പൊതുവേ ഒരു കൾച്ചർ 23-24 വയസ്സാകുമ്പം അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോക്കോ, ടാറ്റ ബൈ ബൈ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോയി പൈസ സമ്പാദിച്ചു. അതാ തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല ആ സൈഡൊക്കെ ഈ ഒരു കലാപരമായി അത്രയും സാരമില്ല, നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു അതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കുറേ അടിയുണ്ടാക്കിയാണ്. ഞാൻ MBA in മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തു ബോംബെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം BCom കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു, വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ചെയ്തു. പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുക ഇടയാണ് ശ്യാം പ്രസാദ് സാറില്ലേ, പ്രസാദ് സാറിൻ്റെ മോനുണ്ട് വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞു. വിഷ്ണുവേട്ടനെ ഒന്ന് അസിസ്റ്റ് ചെയ്തു കമേഴ്ഷ്യൽസ്, ആഡ് ഫിലിം ഡയറക്ടറാണ് ബോംബെയിൽ. വിഷ്ണുവേട്ടൻ വഴി ഞാൻ ആഡ്സിലേക്ക് കയറി അസിസ്റ്റൻ്റ്. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, അങ്ങനെ വലിയ ഫിലിം കണക്ഷൻസ് ഫാമിലി വൈസ് ഒന്നുമില്ല. പിന്നെ ഇപ്പം വീട്ടുകാരൊന്ന് ശ്വാസം വിടുന്നുണ്ട് ചെറുതായിട്ട്. ഹാപ്പിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ചേച്ചിയൊക്കെ കുവൈറ്റിലാണ്. അവർ ജസ്റ്റ് പടത്തിന് ഫസ്റ്റ് ഷോ വന്നിരുന്നു പത്മയിൽ കാണാൻ. ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി പൊട്ടിക്കരയുന്നു. 13 years എൽഡർ, ഞാൻ ലേറ്റ് കിഡ്. ചേട്ടന് 9 years എൽഡറാണ്. അപ്പം ചേച്ചി ഭയങ്കര പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് ഇമോഷണലായി പോയി. അപ്പം പിള്ളേർ വന്ന് സെൽഫി ഒക്കെ എടുക്കുന്നു. അവർക്ക് അത്യാവശ്യം ഇതൊക്കെയായി. പിന്നെ കൺവിൻസ് ആയി. പക്ഷെ ഇപ്പോഴും അവർക്കൊരു എന്താ പേടി, മമ്മിക്കൊക്കെ എന്തായാലും പേടി. സെറ്റ് ആയിട്ടില്ലല്ലോ കരിയർ. പപ്പായ്ക്ക് എനിക്ക് തോന്നുന്നു ആങ്കൊച്ചായതുകൊണ്ട് ഒരു നല്ലൊരു ജോബ് വേണം, സെക്യൂർഡ് ആയിരിക്കണം അല്ലേ? വേറൊന്നുമില്ല, പപ്പ കഷ്ടപ്പെട്ടു. 40 years he was in Kuwait. പപ്പ 17-ാം വയസ്സിൽ പോയതാ. കറക്റ്റ് 10 മരി മമ്മൂക്ക അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ പണ്ട് പോയതാ. കഷ്ടപ്പെട്ട് അത്യാവശ്യം. അപ്പം മക്കളെ ഒരാൺകുട്ടി അങ്ങനെ വെറുതെ ഉഴപ്പി പോകണ്ട. ചേച്ചിയുടെ കാര്യത്തിലാണ് പപ്പ നല്ല അത്രയും ഇപ്പൊ ഒരു കുവൈറ്റില് മിനിസ്ട്രിയിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാ. പപ്പ ഒത്തിരി അലഞ്ഞിരിഞ്ഞ് നടന്നു അതിനു വേണ്ടിയൊക്കെ. അതായത് പപ്പായുടെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്.